ദാസൻ്റെ കൂടെ തന്നെ പഠിച്ചതാണ്. അതെ അതെ അല്ലേ? ഒന്നിച്ച് പഠിച്ചു വെച്ചാൽ സംഗീതത്തിലല്ല, സ്കൂളിൽ ഒരാൾ പഠിച്ച് ഗായകനായി, ഒരാൾ ഡോക്ടറായി. പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായി, ഇതൊരു നമുക്കൊരു അപൂർവ നിധിയാണ് ഈ കയ്യിലുള്ളത്, വരും കാലങ്ങളിൽ നമ്മൾ. ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരി. അതായത് ദാസിൻ്റെ വീടും എൻ്റെ വീടും തമ്മിൽ ഒരു 10-60 മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഞങ്ങൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്നു, ദാസിനും കുറച്ചും കൂടി നിങ്ങൾ ഒരു പോക്കറ്റ് റോഡിൻ്റെ സൈഡിലോട്ട് മാറിയിട്ടാണ് വീട്. അപ്പോൾ ബന്ധങ്ങൾ വെച്ച് പറഞ്ഞാൽ ദാസൻ്റെ ഫാദർ എൻ്റെ ഫാദർ ഒന്നിച്ച് സാന്റക്രൂസിൽ പഠിച്ചിട്ടുള്ള അന്നും ദാസൻ്റെ ഫാദർ നാടകത്തിൽ നല്ലോണം അഭിനയിക്കുന്നത് പഠിക്കുന്ന സമയത്ത് തന്നെ. അപ്പം അന്നത്തെ കാലത്ത് ദാസൻ്റെ ഫാദർ ഈ ശരിക്കുള്ള ഹീറോയുടെ വേഷം എടുക്കുകയുള്ളൂ. എൻ്റെ ഫാദർ അന്ന് പെൺവേഷം എടുക്കുമായിരുന്നു. അന്ന് സ്ത്രീകൾ ഈ നാടക രംഗത്തിൽ കാലഘട്ടത്തിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ദാസ് ആദ്യം പഠിച്ചത് സാന്റക്രൂസിലാണ് അല്ലേ? ആദ്യം തുടങ്ങിയത് ഒരു വർഷം ഞാൻ അന്നേരം ഞങ്ങളുടെ അടുത്ത് ജോൺ ഡി ബ്രിട്ടോയിൽ ഒരു വർഷം അവിടുന്ന് ചാടി പിന്നെ തോമ്പടി. ഞങ്ങൾ പഠിച്ചിരുന്ന ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കോൺവെന്റ് ഉണ്ട്, അവർ ലേഡീസ് കോൺവെന്റ്. ഞങ്ങൾ പഠിച്ച ആദ്യം അവിടെയാണ്. പക്ഷെ എല്ലാവരും ഒരേ വർഷമാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ സ്കൂളിലോട്ട് ഞങ്ങൾ ചെന്ന് ചേർന്നത്. പിന്നീടുള്ള 10ാം ക്ലാസ് വരെയുള്ള പഠിത്തം അവിടെ ഒന്നിച്ചായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഒത്തിരി ബാല്യകാല സ്മരണകളുണ്ട്. അതൊക്കെ ഈ പാട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കും. പാട്ടുപാട്ട് മാത്രമല്ല, അന്ന് ഈ കാണുന്ന ദാസനല്ല അന്നത്തെ ദാസൻ. ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും ദാസേട്ടൻ എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിൽ പഴയ ദാസൻ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പഠിക്കാൻ പോലെ ആവറേജാണ്, അല്ലാതെ സ്റ്റുഡിയസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കുശത്തരം കയ്യിലുണ്ട്, ബാക്കിലൊക്കെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാക്കിൽ ഇരുന്ന് നല്ല സംസാരമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് ബാക്ക് ബെഞ്ച് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ദാസനും കൂട്ടൻ എന്തിനെന്ന് അറിയാമോ? ആ ബെഞ്ചും പൊക്കിക്കൊണ്ട് പുറത്തു. ബാക്ക് ബെഞ്ചിനോടല്ലേ മനസ്സിലായോ? പിന്നെ ഒരിക്കലും തമാശ പറഞ്ഞ വെച്ചാൽ ഈ ദാസന്റെ നിഴലോട് നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പോള്. ഞങ്ങളൊക്കെ പൈലക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ഈ പൈലക്കുട്ടി ദാസന്റെ കൂടെ നടക്കണായിരുന്നു. പൈലക്കുട്ടിക്ക് ഒരു മോഹം ഉണ്ടായിരുന്നു സംഗീതം പഠിക്കണം. ഇവന്റെ ഫാദർ സമ്മതിക്കില്ലേ? അരിക്കച്ചവടമാണേ, സാനി ബിസിനസ്. പോളിന്റെ അപ്പൻ പറഞ്ഞു പോളാ പറയാം. അപ്പോൾ അതുകൊണ്ട് രക്ഷയില്ല. അപ്പോൾ എന്നോട് റെക്കമെൻഡ് ചെയ്തില്ല, എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു. അതിനെന്താണ് അവന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു രൂപ ദക്ഷിണയും ഒക്കെ ഇട്ട്. നീ പറയടാ. ഉടനെ അവിടെ ചെന്ന് പാട്ട് തുടങ്ങി. ഇവന് മനസ്സിലായി ഇത് പറ്റില്ല, നമുക്ക് പറ്റുന്നതല്ലെന്ന് പറഞ്ഞിട്ടുണ്ടേ. സാറേ അത് ദക്ഷിണയും കച്ചവടക്കാരനല്ലേ. അവിടെ മഹത്വം എന്നറിയോ? മാഷ അതൊക്കെ കൊടുക്കുകയും ചെയ്തു. വേണ്ട. പിന്നെ ഈ ദാസൻ പിന്നെ കുറച്ച് ചെയ്തേ പിന്നെ ഈ ഹിന്ദി ഒക്കെ അന്ന് തീരെ പോരായിരുന്നു ദാസൻ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു പരീക്ഷയ്ക്ക്. അപ്പൊ ബർസാത്തിന്റെ വാചകം എഴുതാനാണ് തന്നിരിക്കുന്നത്. പാട്ട് എഴുതി വെച്ചു. അപ്പൊ എല്ലാവർക്കും എല്ലാ പേപ്പറും കൊടുത്താടാ, നിന്റെ പേപ്പർ നീ എന്നിട്ട് വായിക്കും. ഞാൻ വളരെ താഴ്ന്ന ക്ലാസ് പഠിച്ചെങ്കിലും എനിക്ക് ദാസനെ അറിയാവുന്നത്. ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ സെയിം ടീച്ചർമാരൊക്കെ തന്നെ പഠിപ്പിച്ചു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ പഠിപ്പിച്ചിട്ടുള്ള കാലമൊക്കെ ആയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക് പിന്നക്കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പച്ചൻ എപ്പോഴും ഭാഗവതര് അന്ന് ആര്യമായിട്ട് ശ്രീരാമക്ഷേത്രത്തിലൊക്കെ വന്ന് പാടും. എല്ലാ ശനിയാഴ്ച വന്ന് ഭജൻസൊക്കെ പാടും. ആ കാലം 40-45 കാലങ്ങളിൽ അന്നും ഈ അമ്പലങ്ങളിൽ അപ്പച്ചൻ പാടിയിരുന്നത്. അപ്പോൾ അത് കേട്ടാണ് ഞാൻ വളർന്നേക്കുന്നത്. എൻ്റെ ചെറിയ കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞു തന്നത് കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് അടുപ്പം കൂടി വരികയാണ്. പക്ഷെ എന്നോട് അടുത്തിട്ട് എനിക്ക് അടുപ്പം കിട്ടിയിട്ട് 13 കൊല്ലമല്ല. പക്ഷേ ഇതൊരു ഫ്ലാഷ് ബാക്ക് പോലെ പോവുകയാണെങ്കിൽ വളരെ അധികമുള്ള പ്രീവിയസ് ഒരു ഹിസ്റ്ററിയും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ഒരു അടുപ്പം. എന്നെക്കാളും സംഗീതത്തിനോടാണ്. അതെ, ഡോക്ടർക്ക് ഭയങ്കര. ഇന്ന് 10-35 വർഷമായി ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ഇന്ന് അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക് തമ്പുരു വായിക്കാൻ എനിക്ക് കഴിഞ്ഞത് എനിക്ക് സംഗീതത്തിൽ കിട്ടിയ ആകത്തുകയായി ഞാൻ കരുതുന്നു. അതുകൊണ്ടായിരിക്കാം ഇതെല്ലാം ഒരു വിജയം. അതെനിക്ക് സംഗീത ദേവത തന്ന ഒരു നിധി, അല്ലെങ്കിൽ ഈ ബന്ധം, ഈ സുഹൃത്ത് ബന്ധം, സ്നേഹബന്ധം, ഗുരുശിഷ്യ ബന്ധം എന്താണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും എല്ലാം വളരെ നന്നായി വന്നത് ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലമാണ്. അതിൽ കൊച്ചിയിൽ ജീവിച്ചത്, കൊച്ചിയിൽ അധികം വളർന്ന ചുറ്റുപാടുകൾ കണ്ട് മനസ്സിലാക്കി എനിക്ക് അതൊരു അനുഗ്രഹമായി തന്നെ തോന്നി.